ബാലയെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ജന്മം കൊണ്ട് തമിഴനാണെങ്കിൽ പോലും 20 വർഷത്തിലേറെയായി കേരളത്തിലാണ് നമ്മുടെ ഈ ഒരു നടന്റെ സ്ഥിരതാമസം എന്ന് പറയുന്നത്. സിനിമയിൽ ഈ ഒരു നടൻ അത്ര സജീവമല്ലെങ്കിൽ പോലും വിവാദപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് ഇത്തരം പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളുടെ പേരിലൊക്കെ തന്നെയാണ് ഈ ഒരു നടൻ എന്നും മീഡിയയ്ക്ക് വൈറലാണ്. കഴിഞ്ഞ വർഷമായിരുന്നല്ലോ നടന്റെ 4ാം വിവാഹം കഴിഞ്ഞതും. ബന്ധുവും കുട്ടിക്കാലം മുതൽ പരിചയമുള്ള ഒരു കുട്ടിയെ തന്നെയായിരുന്നു, അതായത് കോകിലയെ തന്നെയായിരുന്നു നടൻ വിവാഹം ചെയ്തത്. കോകിലയ്ക്കൊപ്പം ദാമ്പത്യം ആരംഭിച്ചതിന് ശേഷം ബാലയുടെ ജീവിതത്തിലെ അടിമുടി മാറ്റങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. അതായത് കൊച്ചിയിലെ ഫ്ളാറ്റ് വിട്ട് അദ്ദേഹം വൈക്കത്തെ കായലോരത്ത് ഒരു വീട് പണിത് അവിടെയാണ് ഇപ്പോൾ താമസം. ഒപ്പം ഒരു യൂട്യൂബ് ചാനലും ആരംഭിച്ച് നിത്യജീവിതത്തിലെ വിശേഷങ്ങളും അതുപോലെ ഭാര്യയ്ക്ക് പാചകത്തിലുള്ള കഴിവുമെല്ലാം ആ ഒരു വീഡിയോയിലൂടെ നടൻ പങ്കുവെക്കാറുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ ഒരു നടന്റെ മുൻ ഭാര്യമാർ ഈ ഒരു നടനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് എത്തുകയും ചെയ്തിരുന്നത്. വിവാഹമോചന ഉടമ്പടിയിൽ അമൃതയുടെ ഒപ്പ് ബാല വ്യാജമായി ഇട്ടു എന്നതായിരുന്നു ഏറ്റവും പുതുതായി നടനെതിരെ ഉയർന്ന ആ ഒരു ആരോപണം. ഉടമ്പടിയിൽ ആ പേജുകൾ ബാല വ്യാജമായി നിർമ്മിച്ചു എന്നും ഉടമ്പടി പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രീമിയം തുക പോലും അടച്ചിട്ടില്ല എന്നാണ് മുൻ ഭാര്യയായ അമൃത പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ബാല ഇക്കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തതും. അമൃതയ്ക്ക് പുറമെ തന്നെ മുൻ ഭാര്യയായ എലിസബത്തും ബാലയ്ക്കെതിരെ രംഗത്ത് വത്തിയിരുന്നു. നടനൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന ആ ഒരു സമയത്ത് കൊടിയ പീഡനം അനുഭവിച്ചിരുന്നുവെന്നും സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയ ശേഷമാണ് തനിക്ക് ഭീഷണി നിരന്തരമായി ലഭിക്കുന്നുണ്ട് എന്നാണ് എലിസബത്ത് പറഞ്ഞത്. എന്തായാലും പുള്ളിക്കാരി ഇപ്പം ബാലയ്ക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് അധികാരികളോടുമായി ഇതുമായി ബന്ധപ്പെട്ട് താൻ സംസാരിച്ചതായും എലിസബത്ത് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട നീതി എലിസബത്തിന് ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഈ ഒരു താരത്തെക്കുറിച്ച്, അതായത് നടന്റെ പുതിയ ഭാര്യയായ കോകിലയുടെ വയസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാലയും കോകിലയും തമ്മിൽ 20 വയസ്സിന് വ്യത്യാസമുണ്ട്. അതായത് ബാലയെക്കാളും 20 വയസ്സിന് ഇളയതാണ് കോകില. കോകില ബാലയുടെ വീട്ടിലെ വേലക്കാരുടെ മകളാണെന്ന് വരെ ഈ അടുത്ത് പ്രചാരണം വന്നപ്പോൾ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗമാണ് കോകില എന്നാണ്, പദവിയും പണവുമുള്ള കുടുംബമാണെന്നാണ് ബാല പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും വീഡിയോയുമാണ് വൈറലാകുന്നത്. ഇന്ന് ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. കോകിലയെ അനുഗ്രഹിക്കൂ, അഭിനന്ദിക്കൂ. 1 മാസത്തിന് ശേഷം തീർച്ചയായും മീഡിയയ്ക്ക് മുന്നിൽ വരും. ഇതായിരുന്നു ബാല പുതിയൊരു വീഡിയോ പങ്കുവെച്ച് കുറിച്ചിരുന്നത്. ഇടപ്പള്ളി സബ് രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ കോകിലയ്ക്കൊപ്പം നിൽക്കുന്ന ബാലയാണ് വീഡിയോയിലുള്ളത്. എന്തൊക്കെയോ പേപ്പറുകളിൽ ബാല ഒപ്പിടുന്നതും കോകില അതെല്ലാം നോക്കി നിൽക്കുന്നതുമാണ് ആ ഒരു വീഡിയോയിൽ കാണുന്നത്. വീഡിയോ വൈറലായതോടെ തന്നെ ഈ ഒരു ബാല തന്റെ കോടികളുടെ സ്വത്ത് കോകിലയ്ക്ക് എഴുതി കൊടുക്കുകയാണോ എന്നുള്ള സംശയമായി ആരാധകർക്ക്. താൻ 200 കോടിക്ക് മുകളിൽ ആസ്തിയുള്ളവനാണെന്ന് പലപ്പോഴുമായിട്ട് ബാല പറഞ്ഞിട്ടുണ്ട്. കോകില, നിനക്ക് മുൻപ് 3 പെണ്ണുങ്ങളെ കെട്ടി വീരനാണ് ബാല. നീ അധികം പ്രതീക്ഷ വെച്ച് പുലർത്തണ്ട. കോടികളുടെ കൈമാറ്റവും അതുപോലെ ഇനി സ്വത്തുക്കളെല്ലാം കോകിലയ്ക്ക്. ഇത്രയും രസകരമായിട്ടുള്ള കമന്റുകൾ തന്നെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടതും. വിവാഹമോചിതരായോ എന്നുള്ള ചോദിച്ചെത്തിയ ആരാധകന് ബാല കമന്റ് ബോക്സിൽ തന്നെ മറുപടി നൽകിയിരുന്നു. ബാല തിരിച്ച് മറുപടി കൊടുത്തത് ഇതാണ്: അതെ, നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തിരിക്കുകയാണ് എന്നായിരുന്നു ബാല കുറിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം കോകിലയുടെ പിറന്നാൾ 1000 പേർക്ക് അന്നദാനം നടത്തിയാണ് ബാല അത് ആഘോഷിച്ചത്. അതിന്റെ വീഡിയോ മറ്റു കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ്.